ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ 16/5/2024 PSC നടത്തിയ അസിസ്റ്റന്റ് കമ്പൈലർ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് വരുന്നത് 59/2024. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങളുടെ ശരിയായ കാലഗണനാ ക്രമം ഏത്? ഒന്നാമത് പറഞ്ഞിരിക്കുന്നത് കുളച്ചൽ യുദ്ധം. വർഷം എന്നാണ് കുളച്ചൽ യുദ്ധം? അത് 1741 ഓഗസ്റ്റ് 10-നാണ് കേട്ടോ. കുളച്ചൽ യുദ്ധം നടന്നത് 1741 ഓഗസ്റ്റ് 10-നാണ്. ഇനി കുണ്ടറ വിളംബരം നടന്ന വർഷം എന്നാണ്? കുണ്ടറ വിളംബരം നടന്ന വർഷം അത് 1809 ജനുവരി 11-നാണ്. 1809 ജനുവരി 11-നാണ്. ഇനി ആറ്റിങ്ങൽ കലാപം. ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം 1721 ഏപ്രിൽ 15-നാണ്. ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം 1721 ഏപ്രിൽ 15-നാണ്. ഇനി ശ്രീരംഗപട്ടണം ഉടമ്പടി. ശ്രീരംഗപട്ടണം ഉടമ്പടി നടന്ന വർഷം 1792 മാർച്ച് 18-നാണ്. 1792 മാർച്ച് 18-നാണ് ശ്രീരംഗപട്ടണം ഉടമ്പടി നടന്നത്. ഇവിടെ ആൻസർ ആയിട്ട് വരുന്ന ഓപ്ഷൻ ബി ആണ് കേട്ടോ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ചുവടെ സൂചിപ്പിച്ചിരിക്കുന്ന സംഭവങ്ങളെയും വ്യക്തികളെയും മനസ്സിലാക്കി ചേരുംപടി ചേർക്കുക. തോമസ് പെയിൻ ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്? തോമസ് പെയിൻ അത് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടാണ് കേട്ടോ. തോമസ് പെയിൻ ബന്ധപ്പെട്ടിരിക്കുന്നത് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായാണ്. ഇനി വോൾട്ടയർ ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടാണ്? വോൾട്ടയർ അത് ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്. വോൾട്ടയർ ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്. ഇനി സൈമൺ ബൊളീവർ ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സൈമൺ ബൊളിവർ അത് ലാറ്റിൻ അമേരിക്കൻ വിപ്ലവമാണ് കേട്ടോ. ലാറ്റിൻ അമേരിക്കൻ വിപ്ലവം. ഇനി ട്രോട്സ്കി ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ട്രോട്സ്കി അത് റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കേട്ടോ. റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഒന്നുകൂടെ പറയാം, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് തോമസ് പെയിൻ. ഇനി ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് വോൾട്ടയർ. ലാറ്റിൻ അമേരിക്കൻ വിപ്ലവവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് സൈമൺ ബൊളീവർ. ഇനി റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് ട്രോട്സ്കി. ഇനി അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട കോമൺ സെൻസ് എന്ന ലഘുലേഖനം അവതരിപ്പിച്ച വ്യക്തി ആരാണ്? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട കോമൺ സെൻസ് എന്ന ലഘുലേഖനം അവതരിപ്പിച്ച വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ അത് തോമസ് പെയിൻ ആണ് കേട്ടോ. രണ്ടാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ വരുന്ന ഓപ്ഷൻ എ ആണ്. ഇനി ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് അത് വോൾട്ടയർ ആണ്. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് വോൾട്ടയർ ആണ്. ഇനി ലാറ്റിൻ അമേരിക്കയുടെ വിമോചകൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ലാറ്റിൻ അമേരിക്കയുടെ വിമോചകൻ എന്നറിയപ്പെടുന്നത് അത് സൈമൺ ബൊളിവർ ആണ് കേട്ടോ. സൈമൺ ബൊളിവർ ആണ്. ഇനി റഷ്യൻ വിപ്ലവ കാലത്ത് ചുവപ്പ് കാവൽ സേന രൂപീകരിച്ചത് ആരാണ്? റഷ്യൻ വിപ്ലവ കാലത്ത് ചുവപ്പ് കാവൽ സേന രൂപീകരിച്ചത് ട്രോട്സ്കി ആണ് കേട്ടോ. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, 1857 കലാപത്തെ കുറിച്ച് ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായത് തെരഞ്ഞെടുക്കുക. ഒന്നാമത് പറഞ്ഞിരിക്കുന്നത് 1857 കലാപം ആരംഭിച്ചത് ഔദിലാണ്. രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് കർഷകരും കരകൗശല തൊഴിലാളികളും കലാപത്തിൽ പങ്കെടുത്തിരുന്നു. മൂന്നാമത് പറഞ്ഞിരിക്കുന്നത് ഫൈസാബാദിൽ കലാപം നയിച്ചത് ബീഗം ഹസ്രത്ത് മഹൽ ആയിരുന്നു. നാലാമത് പറഞ്ഞിരിക്കുന്നത് 1857 കലാപത്തിന് ശേഷം ഇന്ത്യയുടെ ഭരണം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നും ബ്രിട്ടീഷ് പാർലമെന്റ് ഏറ്റെടുത്തു. ഇവിടെ ആൻസർ ആയിട്ട് വരുന്ന ഓപ്ഷൻ സി ആണ്. 2ഉം 4ഉം മാത്രമാണ് ശരിയായിട്ടുള്ള ആൻസർ ആട്ടോ. അപ്പം 1857 കലാപം ആരംഭിച്ചത് എവിടെയാണ്? 1857 കലാപം ആരംഭിച്ചത് ഉത്തർപ്രദേശിലെ മീററ്റിലാണ് കേട്ടോ. 1857 കലാപം പൊട്ടിപ്പുറപ്പെട്ടത് ഉത്തർപ്രദേശിലെ മീററ്റിലാണ്. ഇനി ഫൈസാബാദിൽ കലാപം നയിച്ചത് ആരാണ്? ഫൈസാബാദിൽ കലാപം നയിച്ചത് അത് മൗലവി അഹമ്മദുള്ളയാണ് കേട്ടോ. ഫൈസാബാദിൽ കലാപം നയിച്ചത് മൗലവി അഹമ്മദുള്ളയാണ്. ഇനി ലക്നൗ, ആഗ്ര, ഔദ്, അയോധ്യ എന്നിവിടങ്ങളിൽ വിപ്ലവത്തിന് നേതൃത്വം നൽകിയതാരാണ്? ലക്നൗ, ഔദ്, അയോധ്യ, ആഗ്ര അത് ബീഗം ഹസ്രത്ത് മഹൽ ആണ് കേട്ടോ. ബീഗം ഹസ്രത്ത് മഹലാണ്. അപ്പം 1857 കലാപം ആരംഭിച്ചത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ഉത്തർപ്രദേശിലെ മീററ്റിലാണ്. ഇനി കർഷകരും കരകൗശല തൊഴിലാളികളും കലാപത്തിൽ പങ്കെടുത്തിരുന്നു. 1857 കലാപത്തിൽ കർഷകരും കരകൗശല തൊഴിലാളികളും കലാപത്തിൽ പങ്കെടുത്തിരുന്നു. ഇനി ഫൈസാബാദിൽ കലാപം നയിച്ചത് മൗലവി അഹമ്മദുള്ളയാണ്. ഫൈസാബാദിൽ കലാപം നയിച്ചത് മൗലവി അഹമ്മദുള്ളയാണ്. 1857 കലാപത്തിന് ശേഷം ഇന്ത്യയുടെ ഭരണം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നും ബ്രിട്ടീഷ് പാർലമെന്റ് ഏറ്റെടുത്തു. ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ,
ക്യാൻസൽ ആണ്. എന്നാലും ഒന്ന് നോക്കാം. മാർത്താണ്ഡവർമ്മയുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന വസ്തുതകൾ വായിച്ച് ഉത്തരങ്ങളിൽ ശരിയായത് തിരഞ്ഞെടുക്കാനാണ് ക്വസ്റ്റ്യൻ. ഒന്നാമത് പറഞ്ഞിരിക്കുന്നത് മാർത്താണ്ഡവർമ്മ അവതരിപ്പിച്ചു വന്ന വാർഷിക ബജറ്റ് പതിവ് കണക്ക് എന്ന പേരിലാണ് അറിയപ്പെട്ടത്. രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് 1950 ജനുവരി 3-ാം തീയതി തൃപ്പടിദാനം നടത്തി. മൂന്നാമത് പറഞ്ഞിരിക്കുന്നത് ദേവസ്വം ബ്രഹ്മസ്വം ഭൂമികളുടെയും ഭൂമി അളന്ന് തിട്ടപ്പെടുത്തി. നാലാമത് പറഞ്ഞിരിക്കുന്നത് കർഷകരിൽ നിന്നും അദ്ദേഹം സൈനികരെ നിയമിച്ചിരുന്നു. അപ്പം ഇവിടെ 1, 3, 4 ശരിയായിട്ടുള്ളൊരു പ്രസ്താവനയാണ് കേട്ടോ. അപ്പം ഇവിടെ കൊടുത്തിരിക്കുന്നത് തൃപ്പടിദാനം നടന്ന വർഷം എന്താണ്? തൃപ്പടിദാനം അത് 1750 ജനുവരി 3-നാണ് കേട്ടോ. 1750 ജനുവരി 3-നാണ്. ക്വസ്റ്റ്യൻ ക്യാൻസൽ ആയിരുന്നു കേട്ടോ. ഇനി മാർത്താണ്ഡവർമ്മയുടെ കാലത്തെ ഭരണ തലസ്ഥാനം ഏതായിരുന്നു? മാർത്താണ്ഡവർമ്മയുടെ കാലത്തെ ഭരണ തലസ്ഥാനം അത് പത്മനാഭപുരമാണ് കേട്ടോ. ഇനി മാർത്താണ്ഡവർമ്മയുടെ കാലത്തെ വ്യാപാര തലസ്ഥാനം ചോദിച്ചാല് അത് മാവേലിക്കരയാണ്. മാർത്താണ്ഡവർമ്മയുടെ കാലത്തെ വ്യാപാര തലസ്ഥാനമാണ് മാവേലിക്കര. ഇനി അഞ്ചാമത് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഏത് പ്രസ്താവനകളാണ് ശരിയല്ലാത്തത്? ഒന്നാമത് പറഞ്ഞിരിക്കുന്നത് അമേരിക്കയിലെ ന്യൂയോർക്കിലാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ ആസ്ഥാനം. രണ്ടാമത്തെ പ്രസ്താവന അന്റോണിയോ ഗുട്ടറസ് 2020-ലാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ സെക്രട്ടറി ജനറലായി തെരഞ്ഞെടുക്കപ്പെട്ടത്. മൂന്നാമത്തെ പ്രസ്താവന പറഞ്ഞിരിക്കുന്നത് അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുടെ ആസ്ഥാനം വിയന്നയിലാണ്. നാലാമത്തെ പ്രസ്താവന പറഞ്ഞിരിക്കുന്നത് ഐക്യരാഷ്ട്ര സംഘടനയുടെ സുരക്ഷാ സമിതിയിൽ നിലവിൽ 15 അംഗങ്ങളാണ് ഉള്ളത്. അപ്പൊ ഇവിടെ ആൻസർ ആയിട്ട് വരുന്ന ഓപ്ഷൻ സി ആണ്. 2 മാത്രമാണ് തെറ്റായിട്ടുള്ളത് കേട്ടോ. 2 മാത്രമാണ് തെറ്റായിട്ടുള്ളത്. ഇനി അന്റോണിയോ ഗുട്ടറസ് ഐക്യരാഷ്ട്ര സഭയുടെ സെക്രട്ടറി ജനറലായി തിരഞ്ഞെടുക്കപ്പെട്ട വർഷം ചോദിച്ചാൽ അത് 2017-നാണ് കേട്ടോ. അന്റോണിയോ ഗുട്ടറസ് ഐക്യരാഷ്ട്ര സഭയുടെ സെക്രട്ടറി ജനറലായി തിരഞ്ഞെടുക്കപ്പെട്ട വർഷമാണ് 2017. ഇനി ഐക്യരാഷ്ട്ര സഭയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് ന്യൂയോർക്കിലെ മാൻഹട്ടനിലാണ് കേട്ടോ. ന്യൂയോർക്കിലെ മാൻഹട്ടനിലാണ്. ഇനി ഐക്യരാഷ്ട്ര സംഘടനയുടെ സ്ഥാപക നേതാക്കൾ ആരൊക്കെയാണ്? ഐക്യരാഷ്ട്ര സംഘടനയുടെ സ്ഥാപക നേതാക്കൾ ചോദിച്ചാൽ അത് വിൻസ്റ്റൺ ചർച്ചിലും റൂസ്വെൽറ്റും സ്റ്റാലിനും ആണ് കേട്ടോ. ആരൊക്കെയാണ്? വിൻസ്റ്റൺ ചർച്ചില്, റൂസ്വെൽറ്റ്, സ്റ്റാലിനും ആണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ സ്ഥാപക നേതാക്കൾ എന്ന് പറയുന്നത്. ഇനി അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുടെ ആസ്ഥാനം ചോദിച്ചാല് വിയന്നയാണ് കേട്ടോ. അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുടെ ആസ്ഥാനം വിയന്നയിലാണ്. ഐക്യരാഷ്ട്ര സംഘടനയുടെ സുരക്ഷാ സമിതിയിൽ നിലവിൽ 15 അംഗങ്ങളാണ് ഉള്ളത് കേട്ടോ. ഐക്യരാഷ്ട്ര സംഘടനയുടെ സുരക്ഷാ സമിതിയിൽ നിലവിൽ 15 അംഗങ്ങളാണ് ഉള്ളത്. ഇനി ആറാമത്തെ ക്വസ്റ്റ്യൻ, ഓവർലാപ്പോട് കൂടിയ ആകാശീയ ചിത്രങ്ങളിൽ നിന്നും ത്രിമാന ദൃശ്യം ലഭിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ഓപ്ഷൻ എ സംവേദകങ്ങൾ, ഓപ്ഷൻ ബി സ്റ്റീരിയോസ്കോപ്പ്, ഓപ്ഷൻ സി സ്പെക്ട്രൽ സിഗ്നേച്ചർ, ഓപ്ഷൻ ഡി ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം. അത് ഓപ്ഷൻ ബി സ്റ്റീരിയോസ്കോപ്പ് ആണ് കേട്ടോ. ഓവർലാപ്പോട് കൂടിയ ആകാശ ചിത്രങ്ങളിൽ നിന്നും ത്രിമാന ദൃശ്യം ലഭിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് സ്റ്റീരിയോസ്കോപ്പ്. ഇനി വിദൂര സംവേദനത്തിൽ വിവരങ്ങൾ ശേഖരിക്കാനുള്ള ഉപകരണങ്ങൾ അറിയപ്പെടുന്ന പേരെന്താണ്? വിദൂര സംവേദനത്തിൽ വിവരങ്ങൾ ശേഖരിക്കാനുള്ള ഉപകരണങ്ങൾ അറിയപ്പെടുന്നത് അത് സംവേദകങ്ങൾ അഥവാ സെൻസേഴ്സ് എന്നറിയപ്പെടുന്നു കേട്ടോ. വിദൂര സംവേദനത്തില് വിവരങ്ങൾ ശേഖരിക്കാനുള്ള ഉപകരണങ്ങൾ അറിയപ്പെടുന്നത് സംവേദകങ്ങൾ അഥവാ സെൻസേഴ്സ് എന്നറിയപ്പെടുന്നു. ഭൗമോപരിതല വസ്തുക്കളുടെ അക്ഷാംശ രേഖാംശ സ്ഥാനം, ഉയരം, സമയം എന്നിവ മനസ്സിലാക്കാൻ സഹായിക്കുന്ന സംവിധാനമാണ് ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം അഥവാ GPS എന്നറിയപ്പെടുന്നത്. എന്താണ്? ഭൗമോപരിതല വസ്തുക്കളുടെ അക്ഷാംശ രേഖാംശ സ്ഥാനം, ഉയരം, സമയം എന്നിവ മനസ്സിലാക്കാൻ സഹായിക്കുന്ന സംവിധാനമാണ് ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം അഥവാ GPS എന്നറിയപ്പെടുന്നത്. ഇനി തരംഗ ദൈർഘ്യവുമായി ബന്ധപ്പെട്ട് ഒരു മെറ്റീരിയലിന്റെ പ്രതിഫലനത്തിന്റെ അല്ലെങ്കിൽ ഉദ്യമത്തിന്റെ വ്യതിയാനമാണ് സ്പെക്ട്രൽ സിഗ്നേച്ചർ എന്നറിയപ്പെടുന്നത്. ഒന്നുകൂടെ പറയാം, തരംഗ ദൈർഘ്യവുമായി ബന്ധപ്പെട്ട് ഒരു മെറ്റീരിയലിന്റെ പ്രതിഫലനത്തിന്റെ അല്ലെങ്കിൽ ഉദ്യമനത്തിന്റെ വ്യതിയാനത്തെ അറിയപ്പെടുന്നത് സ്പെക്ട്രൽ സിഗ്നേച്ചർ എന്നറിയപ്പെടുന്നു. ഇനി ഏഴാമത്തെ ക്വസ്റ്റ്യൻ, ഭൂമിയിലെ ഏറ്റവും ഉയർന്ന താപനിലയുള്ള പ്രദേശങ്ങളെ യോജിപ്പിച്ച് വരയ്ക്കുന്ന സാങ്കല്പിക രേഖ. ഓപ്ഷൻ എ താപീയ മധ്യരേഖ, ഓപ്ഷൻ ബി സമതാപരേഖ, ഓപ്ഷൻ സി ഐസോഹെറ്റ്, ഓപ്ഷൻ ഡി താപസന്തുലനം. അപ്പൊ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ താപീയ മധ്യരേഖയാണ് കേട്ടോ.
ഭൂമിയിലെ ഏറ്റവും ഉയർന്ന താപനിലയുള്ള പ്രദേശങ്ങളെ യോജിപ്പിച്ച് വരയ്ക്കുന്ന സാങ്കല്പിക രേഖയെ താപീയ മധ്യരേഖ എന്നറിയപ്പെടുന്നു. ഇനി തുല്യ താപനിലയുള്ള സ്ഥലങ്ങളെ കൂട്ടി യോജിപ്പിക്കുന്ന സാങ്കല്പിക രേഖകൾ ഏതാണ്? തുല്യ താപനിലയുള്ള സ്ഥലങ്ങളെ കൂട്ടി യോജിപ്പിക്കുന്ന സാങ്കല്പിക രേഖകൾ അറിയപ്പെടുന്നു സമതാപരേഖകൾ അഥവാ ഐസോതേംസ് എന്നറിയപ്പെടുന്നു. ഐസോതേംസ് എന്നറിയപ്പെടുന്നു കേട്ടോ. ഇനി സൗരതാപനവും ഭൗമ വികിരണവും തമ്മിലുള്ള സന്തുലനം അറിയപ്പെടുന്ന പേരെന്താണ്? സൗരതാപനവും ഭൗമ വികിരണവും തമ്മിലുള്ള സന്തുലനം അറിയപ്പെടുന്നത് അത് താപ ബജറ്റ് കേട്ടോ. താപ ബജറ്റ് അഥവാ താപ സന്തുലനം എന്നറിയപ്പെടുന്നു. ഇനി തുല്യ അളവിൽ വാർഷിക മഴ ലഭിക്കുന്ന പ്രദേശങ്ങളെ യോജിപ്പിച്ച് വരയ്ക്കുന്ന സാങ്കല്പിക രേഖ ഏത് പേരിൽ അറിയപ്പെടുന്നു? തുല്യ അളവില് വാർഷിക മഴ ലഭിക്കുന്ന പ്രദേശങ്ങളെ യോജിപ്പിച്ച് വരയ്ക്കുന്ന സാങ്കല്പിക രേഖയാണ് ഐസോ ഹൈറ്റ് എന്നറിയപ്പെടുന്നത് കേട്ടോ. ഐസോ ഹൈറ്റ് എന്നറിയപ്പെടുന്നത്. ഇനി എട്ടാമത്തെ ക്വസ്റ്റ്യൻ, ഉത്തരാഖണ്ഡ് ടിബറ്റ് പ്രദേശങ്ങൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം. ഓപ്ഷൻ എ നാഥുല ചുരം, ഓപ്ഷൻ ബി സോജില, ഓപ്ഷൻ സി ഷിപ്കില, ഓപ്ഷൻ ഡി ലിബുലേക്ക്. അത് ഓപ്ഷൻ ഡി ലിബുലേക്ക് ആണ് കേട്ടോ. ഉത്തരാഖണ്ഡ് ടിബറ്റ് പ്രദേശങ്ങൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് ലിബുലേക്ക് ചുരം. ഇനി ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ, പൂർവതീര കനാലുമായി ബന്ധിപ്പിച്ചിട്ടുള്ള ബ്രഹ്മണി മഹാനദി ഡെൽറ്റ നദീ വ്യവസ്ഥ ഏത് ദേശീയ ജലപാതയിലാണ്? പൂർവതീര കനാലുമായി ബന്ധിപ്പിച്ചിട്ടുള്ള ബ്രാഹ്മണി മഹാനദി ഡെൽറ്റ നദീ വ്യവസ്ഥ ഏത് ദേശീയ ജലപാതയിലാണ്? അത് ഓപ്ഷൻ ഡി ദേശീയ ജലപാത 5 ആണ് കേട്ടോ. ദേശീയ ജലപാത 5. ഇനി NW1 എവിടെ മുതൽ എവിടം വരെയാണ് ബന്ധിപ്പിക്കുന്നത്? അത് അലഹബാദ് ടു ഹാൽഡിയ ആണ് കേട്ടോ. NW1 അലഹബാദ് ടു ഹാൽഡിയ. NW2 ആണ് ബ്രഹ്മപുത്ര നദിയിലെ സാദിയ മുതൽ ധൂബ്രി വരെ കേട്ടോ. സാദിയ മുതൽ ധൂബ്രി വരെ. ഇനി 10ാമത്തെ ക്വസ്റ്റ്യൻ, 2023 രാജസ്ഥാനിൽ പുതുതായി സ്ഥാപിച്ച വന്യജീവി സംരക്ഷണ കേന്ദ്രം ഏതാണ്? ഓപ്ഷൻ എ നൽ സരോവർ, ഓപ്ഷൻ ബി ഗുഗമൽ ദേശീയോദ്യാനം, ഓപ്ഷൻ സി സോർസൻ, ഓപ്ഷൻ ഡി ദുധുവ. അത് ഓപ്ഷൻ സി സോർസൻ ആണ് കേട്ടോ. 2023 രാജസ്ഥാനിൽ പുതുതായി സ്ഥാപിച്ച വന്യജീവി സംരക്ഷണ കേന്ദ്രമാണ് സോർസൻ എന്നറിയപ്പെടുന്നത്. ഇനി 11ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്ന നബാർഡുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് ഏത്? ഒന്നാമത് പറഞ്ഞിരിക്കുന്നത് കാർഷിക വായ്പയുടെ പരമോന്നത ബാങ്ക്, രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് ആസ്ഥാനം മുംബൈ ആണ്, മൂന്നാമത് പറഞ്ഞിരിക്കുന്നത് ശിവരാമൻ കമ്മിറ്റി, നാലാമത് പറഞ്ഞിരിക്കുന്നത് 1982 സ്ഥാപിച്ചു. ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്. എല്ലാം ശരിയാണ് കേട്ടോ. അപ്പം ചെറുകിട വായ്പകളുടെ നിയന്ത്രകൻ എന്നറിയപ്പെടുന്ന ഏതാണ്? നബാർഡ് ആണ് കേട്ടോ. ചെറുകിട വായ്പകളുടെ നിയന്ത്രകൻ എന്നറിയപ്പെടുന്നത് ഏതാണ്? നബാർഡ് ആണ്. ഇനി നബാർഡ് രൂപീകൃതമായ വർഷം ചോദിച്ചാല് അത് 1982 ജൂലൈ 12-നാണ് കേട്ടോ. 1982 ജൂലൈ 12-നാണ്. ഇനി നബാർഡ് രൂപീകരിക്കാൻ റിപ്പോർട്ട് നൽകിയ കമ്മിറ്റിയാണ് ശിവരാമൻ കമ്മിറ്റി കേട്ടോ. ശിവരാമൻ കമ്മിറ്റി. ഇനി കേരളത്തിൽ നബാർഡിന്റെ റീജിയണൽ ഓഫീസ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കേരളത്തിൽ നബാർഡിന്റെ റീജിയണൽ ഓഫീസ് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ആണ് കേട്ടോ. തിരുവനന്തപുരം. ഇനി നബാർഡിന്റെ നിലവിലെ ചെയർമാൻ ആരാണ്? അത് KV ഷാജി ആണ് കേട്ടോ. നബാർഡിന്റെ നിലവിലെ ചെയർമാൻ ആണ് KV ഷാജി. ഇനി 12ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് എവിടെ സ്ഥിതി ചെയ്യുന്നു? ഓപ്ഷൻ എ കോഴിക്കോട്, ഓപ്ഷൻ ബി കാസർഗോഡ്, ഓപ്ഷൻ സി കോട്ടയം, ഓപ്ഷൻ ഡി ഇടുക്കി. അത് ഓപ്ഷൻ എ കോഴിക്കോടാണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോടാണ്. ഇനി ഇന്ത്യൻ കരിമ്പ് ഗവേഷണ കേന്ദ്രം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഇന്ത്യൻ കരിമ്പ് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ലക്നൗ ഉത്തർപ്രദേശ് ആണ് കേട്ടോ. ലക്നൗ ഉത്തർപ്രദേശ് ആണ്. ഇനി 13ാമത്തെ ക്വസ്റ്റ്യൻ, സ്വതന്ത്ര ഇന്ത്യയുടെ പ്ലാൻ ഹോളിഡേ കാലഘട്ടം. ഓപ്ഷൻ എ 1970-73, ഓപ്ഷൻ ബി 1966-69, ഓപ്ഷൻ സി 1960-64, ഓപ്ഷൻ ഡി 1965-68. ആൻസർ ആയിട്ട് വരുന്ന ഓപ്ഷൻ ബി 66-69 ആണ്. സ്വതന്ത്ര ഇന്ത്യയുടെ പ്ലാൻ ഹോളിഡേയുടെ കാലഘട്ടമാണ് 1966-69. ഇനി പ്ലാൻ ഹോളിഡേ പ്രഖ്യാപിക്കാനുണ്ടായ പ്രധാന കാരണങ്ങളാണ് ഏതൊക്കെയാ? 1962 ഇൻഡോ ചൈന യുദ്ധം, ഇനി 1965 ഇന്ത്യ പാക് യുദ്ധം. ഇവയെ തുടർന്നാണ് 3-ാം പഞ്ചവത്സര പദ്ധതി പരാജയപ്പെട്ടത് കേട്ടോ. ഏതൊക്കെയാണ്? 1962 ഇൻഡോ ചൈന യുദ്ധം, 1965 ഇന്ത്യ പാക് യുദ്ധം എന്നിവയെ തുടർന്ന് 3-ാം പഞ്ചവത്സര പദ്ധതി പരാജയപ്പെട്ടു. ഇനി പ്ലാൻ ഹോളിഡേ പ്രഖ്യാപിച്ച് വാർഷിക പദ്ധതികൾ നടപ്പിലാക്കിയ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? പ്ലാൻ ഹോളിഡേ പ്രഖ്യാപിച്ച് വാർഷിക പദ്ധതികൾ നടപ്പിലാക്കിയ ഇന്ത്യൻ പ്രധാനമന്ത്രി അത് ഇന്ദിരാഗാന്ധിയാണ് കേട്ടോ. ഇന്ദിരാഗാന്ധി. ഇനി 14ാമത്തെ ക്വസ്റ്റ്യൻ, 1991 പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയ
പ്രധാനമന്ത്രി ആരായിരുന്നു? ഓപ്ഷൻ എ മൻമോഹൻ സിംഗ്, ഓപ്ഷൻ ബി അടൽ ബിഹാരി വാജ്പേയി, ഓപ്ഷൻ സി നരസിംഹറാവു, ഓപ്ഷൻ ഡി നരേന്ദ്രമോദി. അപ്പം ആൻസർ ആയിട്ട് വരുന്ന ഓപ്ഷൻ സി നരസിംഹറാവു ആണ്. 1991 പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയ പ്രധാനമന്ത്രിയാണ് നരസിംഹറാവു. ഇനി ഇന്ത്യയില് പുത്തൻ സാമ്പത്തിക നയം നിലവിൽ വന്ന തീയതിയാണ് 1991 ജൂലൈ 24. ഇന്ത്യയില് പുത്തൻ സാമ്പത്തിക നയം നിലവിൽ വന്ന തീയതി ചോദിച്ചാൽ അത് 1991 ജൂലൈ 24 ഈ പുത്തൻ സാമ്പത്തിക നയം നടപ്പിലാക്കിയ സമയത്തെ ധനകാര്യ വകുപ്പ് മന്ത്രി ആരാണ്? പുത്തൻ സാമ്പത്തിക നയം നടപ്പിലാക്കിയ സമയത്തെ ധനകാര്യ വകുപ്പ് മന്ത്രി ചോദിച്ചാൽ അത് ഡോക്ടർ മൻമോഹൻ സിംഗ് ആണ് കേട്ടോ. മൻമോഹൻ സിംഗ്. 15ാമത്തെ ക്വസ്റ്റ്യൻ, ഭാരതീയ റിസർവ് ബാങ്കിന്റെ ആസ്ഥാനം എവിടെയാണ്? അത് ഓപ്ഷൻ ബി മുംബൈ ആണ് കേട്ടോ. ഭാരതീയ റിസർവ് ബാങ്കിന്റെ ആസ്ഥാനമാണ് മുംബൈ. 16ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യയിലെ ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെ സവിശേഷത അല്ലാത്തത് ഏത്? ഒന്നാമത് പറഞ്ഞിരിക്കുന്നത് താഴെ നിന്നും മുകളിലേക്കുള്ള അധികാര വിഭജന ശ്രേണി. രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് യോഗ്യതയുടെ അടിസ്ഥാനത്തിലുള്ള നിയമനം. മൂന്നാമത് പറഞ്ഞിരിക്കുന്നത് രാഷ്ട്രീയപരമായ വിധേയത്വം. നാലാമത് പറഞ്ഞിരിക്കുന്നത് തൊഴിൽ വൈദഗ്ധ്യം. ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 1ഉം 3ഉം മാത്രമാണ് ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെ സവിശേഷത അല്ലാത്തത്. ഏതൊക്കെയാണ്? താഴെ നിന്നും മുകളിലേക്കുള്ള അധികാര വിതരണ ശ്രേണി, പിന്നെന്താണ് രാഷ്ട്രീയപരമായ വിധേയത്വം. എന്താണ്? മുകളിൽ നിന്നും താഴേക്കുള്ള അധികാര വിതരണ ശ്രേണിയാണ് കേട്ടോ. മുകളിൽ നിന്നും താഴേക്കുള്ള അധികാര വിതരണ ശ്രേണിയാണ്. ഇനി രാഷ്ട്രീയ നിഷ്പക്ഷത എന്നിവയാണ് ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെ സവിശേഷതകൾ ഉൾപ്പെടുന്നത് കേട്ടോ. ഏതൊക്കെയാണ്? മുകളിൽ നിന്നും താഴേക്കുള്ള അധികാര വിതരണ ശ്രേണി, രാഷ്ട്രീയ നിഷ്പക്ഷത എന്നിവയാണ് ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെ സവിശേഷതകളിൽ ഉൾപ്പെടുന്നത്. ഇനി 17ാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിലെ ഇപ്പോഴത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? അത് ഓപ്ഷൻ എ വി ഹരിനായർ ആണ് കേട്ടോ. ഓപ്ഷൻ എ വി ഹരിനായർ IAS ആണ്. ഇനി കേരളത്തിലെ പ്രഥമ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? കേരളത്തിലെ പ്രഥമ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? അത് പാലാട്ട് മോഹൻദാസ് ആണ് കേട്ടോ. കേരളത്തിലെ പ്രഥമ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണെന്ന് വെച്ചാൽ അത് പാലാട്ട് മോഹൻദാസ് ആണ് കേട്ടോ. ഇനി 18ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ പാർലമെന്റിൽ ഒരു ബില്ല് നിയമമാകുന്നതിന് മുമ്പ് ബില്ലിൽ ഏറ്റവും കൂടുതൽ തിരുത്തലുകൾ, കൂട്ടിച്ചേർക്കലുകൾ, ചർച്ചകൾ എന്നിവ നടക്കുന്ന ഘട്ടം ഏതാണ്? ഓപ്ഷൻ എ ഒന്നാം വായന, ഓപ്ഷൻ ബി രണ്ടാം വായന, ഓപ്ഷൻ സി മൂന്നാം വായന, ഓപ്ഷൻ ഡി രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിക്കുമ്പോൾ. ആൻസർ ആയിട്ട് വരുന്ന ഓപ്ഷൻ ബി രണ്ടാം വായനയാണ് കേട്ടോ. ഇന്ത്യൻ പാർലമെന്റിൽ ഒരു ബില്ല് നിയമമാകുന്നതിന് മുമ്പ് ബില്ലിൽ ഏറ്റവും കൂടുതൽ തിരുത്തലുകൾ, കൂട്ടിച്ചേർക്കലുകൾ, ചർച്ചകൾ എന്നിവ നടക്കുന്ന ഘട്ടം ഏതാണ്? അത് രണ്ടാം ഘട്ടമാണ്. ഇനി ഒന്നാം വായനയിൽ എന്താണ്? ബില്ലിന്റെ അവതരണമാണ് കേട്ടോ. ഒന്നാം വായനയില് ബില്ലിന്റെ അവതരണവും ബില്ലിന്റെ അടിസ്ഥാന തത്വങ്ങൾ ചർച്ച ചെയ്യുന്ന ഘട്ടം ചോദിച്ചാൽ അത് രണ്ടാം ഘട്ടമാണ്. ബില്ലിന്റെ അടിസ്ഥാന തത്വങ്ങൾ ചർച്ച ചെയ്യുന്ന ഘട്ടം അത് രണ്ടാം ഘട്ടമാണ്. ഇതാണ് ഏറ്റവും ദൈർഘ്യമേറിയ ഘട്ടം എന്നറിയപ്പെടുന്നത്. ഏറ്റവും ദൈർഘ്യമേറിയ ഘട്ടം ഏതാണ്? അത് രണ്ടാം വായനയാണ്. ഇനി അന്തിമ അംഗീകാരത്തിനായി ബില്ല് സഭയിൽ അവതരിപ്പിക്കുന്ന ഘട്ടം ഏതാണ്? അന്തിമ അംഗീകാരത്തിനായി ബില്ല് സഭയിൽ അവതരിപ്പിക്കുന്ന ഘട്ടം ചോദിച്ചാൽ അത് മൂന്നാം വായനയാണ് കേട്ടോ. മൂന്നാം വായന. ഈ ഘട്ടത്തിൽ എന്താണ്? ബില്ലിന് കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും വരുത്താറില്ല. എന്താണ്? മൂന്നാം ഘട്ടത്തിൽ ബില്ലിന് കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും വരുത്താറില്ല കേട്ടോ. ഇനി 19ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് ശരിയായ വസ്തുതകൾ ഏവ? ഒന്നാമത് പറഞ്ഞിരിക്കുന്നത് യൂണിയൻ ലിസ്റ്റിൽ പെടുന്ന വിഷയങ്ങളിൽ കേന്ദ്ര ഗവൺമെന്റിന് മാത്രമേ അധികാരം ഉള്ളൂ. രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഒരു വിഷയത്തിൽ സംസ്ഥാന ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റും നിയമനിർമ്മാണം നടത്തുമ്പോൾ കേന്ദ്ര ഗവൺമെന്റിന്റെ നിയമമാണ് നിലനിൽക്കുക. മൂന്നാമത്തെ പ്രസ്താവന യൂണിയൻ ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്, സംസ്ഥാന ലിസ്റ്റ് എന്നിവയിൽ ഉൾപ്പെടാത്ത ഒരു പുതിയ വിഷയം ഉണ്ടായാൽ അതിൽ നിയമനിർമ്മാണം നടത്താൻ സംസ്ഥാന ഗവൺമെന്റുകൾക്ക് അധികാരമുണ്ടാകും. നാലാമത് പറഞ്ഞിരിക്കുന്ന പ്രസ്താവന പോലീസ് യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടുന്നു. ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 1ഉം 2ഉം മാത്രമാണ് ശരിയായിട്ടുള്ള പ്രസ്താവന കേട്ടോ. യൂണിയൻ ലിസ്റ്റിൽ പെടുന്ന വിഷയങ്ങളില് കേന്ദ്ര ഗവൺമെന്റിന് മാത്രമേ അധികാരമുള്ളൂ. ഇനി കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഒരു വിഷയത്തില് സംസ്ഥാന ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റും നിയമനിർമ്മാണം നടത്തുമ്പോൾ കേന്ദ്ര ഗവൺമെന്റിന്റെ നിയമമാണ് നിലനിൽക്കുക. ഇനി പോലീസ്, ക്രമസമാധാനം, ജയിൽ തുടങ്ങിയവ ഉൾപ്പെടുന്ന ലിസ്റ്റ് ഏതാണ്? പോലീസ്, ക്രമസമാധാനം, ജയിൽ തുടങ്ങിയവ ഉൾപ്പെടുന്ന ലിസ്റ്റ് വെച്ചാൽ അതേതാണ്? അത് സംസ്ഥാന ലിസ്റ്റ് ആണ് കേട്ടോ. സംസ്ഥാന ലിസ്റ്റ്. ഇനി ഭരണഘടനയുടെ ലിസ്റ്റുകളിൽ പറഞ്ഞിട്ടില്ലാത്ത ഏതെങ്കിലും വിഷയം സംബന്ധിച്ച് ഏതെങ്കിലും നിയമം നിർമ്മിക്കുവാനുള്ള പാർലമെന്റിന്റെ അധികാരം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്?
അത് അവശിഷ്ട അധികാരങ്ങൾ എന്നറിയപ്പെടുന്നു. എന്താണ്? ഭരണഘടനയുടെ ലിസ്റ്റുകളിൽ പറഞ്ഞിട്ടില്ലാത്ത ഏതെങ്കിലും ഒരു വിഷയം സംബന്ധിച്ച് നിയമം നിർമ്മിക്കാനുള്ള പാർലമെന്റിന്റെ അധികാരത്തെ അവശിഷ്ട അധികാരങ്ങൾ എന്നറിയപ്പെടുന്നു. അവശിഷ്ട അധികാരങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് ഏതാണ്? അത് 248 അനുച്ഛേദം 248 ആണ്. ഇനി അവശിഷ്ട അധികാരങ്ങള് കേന്ദ്രത്തിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത് കേട്ടോ. അവശിഷ്ട അധികാരങ്ങള് കേന്ദ്രത്തിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത്. ഇനി 20ാമത്തെ ക്വസ്റ്റ്യൻ, പോക്സോ ആക്ട് അനുസരിച്ച് കുട്ടി എന്ന പദത്തിന്റെ വ്യാപ്തിയിൽ വരുന്നത്. ഓപ്ഷൻ എ 14 വയസ്സിൽ താഴെയുള്ള ആൺകുട്ടിയും പെൺകുട്ടിയും. ഓപ്ഷൻ ബി 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള ആൺകുട്ടിയും പെൺകുട്ടിയും. ഓപ്ഷൻ സി 21 വയസ്സിൽ താഴെയുള്ള ആൺകുട്ടിയും 18 വയസ്സിൽ താഴെയുള്ള പെൺകുട്ടിയും. ഓപ്ഷൻ ഡി 18 വയസ്സിൽ താഴെയുള്ള ആൺകുട്ടിയും പെൺകുട്ടിയും. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 18 വയസ്സിൽ താഴെയുള്ള ആൺകുട്ടിയും പെൺകുട്ടിയാണ് കേട്ടോ. പോക്സോ ആക്ട് അനുസരിച്ച് കുട്ടി എന്ന പദത്തിന്റെ വ്യാപ്തിയിൽ വരുന്നത് ഏതാണ്? അത് 18 വയസ്സിൽ താഴെയുള്ള ആൺകുട്ടിയും പെൺകുട്ടിയുമാണ്. ഇനി 21ാമത്തെ ക്വസ്റ്റ്യൻ, സാമൂഹിക നീതി വകുപ്പ് സർക്കാർ സേവനങ്ങൾ വീട്ടുപടിക്കൽ എന്ന ലക്ഷ്യത്തിനായി ആവിഷ്കരിച്ച വെബ് പോർട്ടൽ. ഓപ്ഷൻ എ ജീവനം, ഓപ്ഷൻ ബി സമന്വയ, ഓപ്ഷൻ സി സുനീതി, ഓപ്ഷൻ ഡി മന്ദഹാസം. അത് ഓപ്ഷൻ സി സുനീതിയാണ് കേട്ടോ. കേരള സാമൂഹിക നീതി വകുപ്പ് സർക്കാർ സേവനങ്ങൾ വീട്ടുപടിക്കൽ എന്ന ലക്ഷ്യത്തിനായി ആവിഷ്കരിച്ച വെബ് പോർട്ടലാണ് സുനീതി എന്നറിയപ്പെടുന്നത്. ഇനി മന്ദഹാസം പദ്ധതി എന്താണ്? അത് ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള മുതിർന്ന പൗരന്മാർക്ക് കൃത്രിമ പല്ല് സെറ്റ് നൽകുന്ന സാമൂഹിക നീതി വകുപ്പിന്റെ പദ്ധതി ഏതാണെന്ന് വെച്ചാൽ അത് മന്ദഹാസമാണ് കേട്ടോ. ഇനി കേരള സംസ്ഥാന സാക്ഷരതാ മിഷൻ അതോറിറ്റി സാമൂഹിക നീതി വകുപ്പുമായി ചേർന്ന് ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ടവർക്കായി ആവിഷ്കരിച്ച തുടർ വിദ്യാഭ്യാസ പദ്ധതിയാണ് സമന്വയ എന്നറിയപ്പെടുന്നത്. എന്താണ്? കേരള സംസ്ഥാന സാക്ഷരതാ മിഷൻ അതോറിറ്റി സാമൂഹിക നീതി വകുപ്പുമായി ചേർന്ന ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ടവർക്കായിട്ട് ആവിഷ്കരിച്ച തുടർ വിദ്യാഭ്യാസ പദ്ധതി ചോദിച്ചാൽ അത് സമന്വയാണ് കേട്ടോ. സമന്വയ. ഇനി 22ാമത്തെ ക്വസ്റ്റ്യൻ, കുടുംബശ്രീകളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെടുന്ന വനിതകൾക്ക് രംഗകലകളിൽ പരിശീലനം നൽകുന്ന പദ്ധതിയുടെ പേരെന്താണ്? ഓപ്ഷൻ എ വരയുടെ പെൺമ, ഓപ്ഷൻ ബി രംഗശ്രീ, ഓപ്ഷൻ സി സ്ത്രീപക്ഷ നവകേരളം, ഓപ്ഷൻ ഡി മീനയുടെ ലോകം. അത് ഓപ്ഷൻ ബി രംഗശ്രീ ആണ്. കുടുംബശ്രീകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന വനിതകൾക്ക് രംഗകലകളിൽ പരിശീലനം നൽകുന്ന പദ്ധതിയുടെ പേരാണ് രംഗശ്രീ. ഇനി മീനയുടെ ലോകം എന്താണ്? മീനയുടെ ലോകം അത് കുടുംബശ്രീ നടപ്പിലാക്കുന്ന പ്രതിവാര റേഡിയോ സംരക്ഷണ പരിപാടി ഏതാണെന്ന് വെച്ചാൽ അത് മീനയുടെ ലോകമാണ് കേട്ടോ. എന്താണ്? കുടുംബശ്രീയുടെ പ്രതിവാര റേഡിയോ സംരക്ഷണ പരിപാടി. കുടുംബശ്രീയുടെ പ്രതിവാര റേഡിയോ സംരക്ഷണ പരിപാടി ഏതാണെന്ന് വെച്ചാൽ അത് മീനയുടെ ലോകമാണ് കേട്ടോ. മീനയുടെ ലോകം. 23ാമത്തെ ക്വസ്റ്റ്യൻ, അഡ്വക്കേറ്റ് ജനറലുമായി ബന്ധപ്പെടുന്ന തെറ്റായ വസ്തുതകൾ ഏതെല്ലാമാണ്? ഒന്നാമത്തെ പ്രസ്താവന, സംസ്ഥാന ഗവൺമെന്റിന് നിയമ ഉപദേശം നൽകുക എന്നതാണ് അഡ്വക്കേറ്റ് ജനറലിന്റെ അടിസ്ഥാന ചുമതല. രണ്ടാമത്തെ പ്രസ്താവന, അഡ്വക്കേറ്റ് ജനറലിന് നിയമസഭാ യോഗങ്ങളിൽ പങ്കെടുക്കാവുന്നതും സംസാരിക്കാവുന്നതുമാണ്. മൂന്നാമത്തെ പ്രസ്താവന, ഇപ്പോഴത്തെ അഡ്വക്കേറ്റ് ജനറൽ ശ്രീ കെ ഗോപാലകൃഷ്ണക്കുറുപ്പാണ്. നാലാമത്തെ പ്രസ്താവന പറയുന്നത് അഡ്വക്കേറ്റ് ജനറലിന് നിയമസഭയിലെ വോട്ടെടുപ്പിൽ വോട്ട് ചെയ്യാൻ കഴിയില്ല. അപ്പൊ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഇവയൊന്നുമല്ല. ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല എന്നുള്ള ആൻസർ ആണ് വരുന്നത് കേട്ടോ. ഇത് നാലും ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് കേട്ടോ. എന്താണ് പറഞ്ഞിരിക്കുന്നത്? സംസ്ഥാന ഗവൺമെന്റിന് നിയമ ഉപദേശം നൽകുക എന്നതാണ് അഡ്വക്കേറ്റ് ജനറലിന്റെ അടിസ്ഥാന ചുമതല എന്നറിയപ്പെടുന്ന കേട്ടോ. എന്താണ്? സംസ്ഥാന ഗവൺമെന്റിന് നിയമ ഉപദേശം നൽകുക എന്നതാണ് അഡ്വക്കേറ്റ് ജനറലിന്റെ അടിസ്ഥാന ചുമതല. ഇനി അഡ്വക്കേറ്റ് ജനറലിന് നിയമസഭാ യോഗങ്ങളിൽ പങ്കെടുക്കാവുന്നതും സംസാരിക്കാവുന്നതുമാണ് കേട്ടോ. അഡ്വക്കേറ്റ് ജനറലിന് നിയമസഭാ യോഗങ്ങളിൽ പങ്കെടുക്കാവുന്നതും സംസാരിക്കാവുന്നതുമാണ്. ഇനി ഇപ്പോഴത്തെ അഡ്വക്കേറ്റ് ജനറൽ ആരാണെന്ന് വെച്ചാൽ അത് ശ്രീ കെ ഗോപാലകൃഷ്ണക്കുറുപ്പാണ് കേട്ടോ. ഇപ്പോഴത്തെ അഡ്വക്കേറ്റ് ജനറൽ ആരാണെന്ന് ചോദിച്ചാൽ കെ ഗോപാലകൃഷ്ണക്കുറുപ്പാണ്. ഇനി അഡ്വക്കേറ്റ് ജനറലിന് നിയമസഭയിൽ വോട്ടെടുപ്പിൽ വോട്ട് ചെയ്യാൻ കഴിയില്ല. എന്താണ്? അഡ്വക്കേറ്റ് ജനറലിന് നിയമസഭയിലെ വോട്ടെടുപ്പിൽ വോട്ട് ചെയ്യാൻ കഴിയില്ല. ഇനി അഡ്വക്കേറ്റ് ജനറലിനെ കുറിച്ച് ഭരണഘടനയിൽ പ്രതിപാദിക്കുന്ന വകുപ്പ് ഏതാണ്? അഡ്വക്കേറ്റ് ജനറലിനെ കുറിച്ച് ഭരണഘടനയിൽ പ്രതിപാദിക്കുന്ന വകുപ്പ് ചോദിച്ചാൽ അനുച്ഛേദം 165 ഏതാണ്? അനുച്ഛേദം 165 കേട്ടോ. ഇനി അഡ്വക്കേറ്റ് ജനറലിനെ നിയമിക്കുന്നത് ആരാണെന്ന് വെച്ചാൽ അത് ഗവർണർ ആണ്. എന്താണ്? അഡ്വക്കേറ്റ് ജനറലിനെ നിയമിക്കുന്നത് ഗവർണർ ആണ്. ഇനി അഡ്വക്കേറ്റ് ജനറലിന്റെ യോഗ്യത എന്താണ്? അത് ഹൈക്കോടതി ജഡ്ജി ആക്കാനുള്ള യോഗ്യത ഉണ്ടായിരിക്കണം കേട്ടോ.
അഡ്വക്കേറ്റ് ജനറലിന്റെ യോഗ്യത ചോദിച്ചാല് അത് ഹൈക്കോടതി ജഡ്ജി ആകാനുള്ള യോഗ്യത ഉണ്ടായിരിക്കണം. ഇദ്ദേഹത്തിന് എന്താണ് നിയമസഭയിലെ വോട്ടെടുപ്പിൽ വോട്ട് ചെയ്യാൻ കഴിയില്ല കേട്ടോ. നിയമസഭയിലെ വോട്ടെടുപ്പിൽ വോട്ട് ചെയ്യാൻ കഴിയില്ല. എന്നാൽ അഡ്വക്കേറ്റ് ജനറൽ എന്താണ് നിയമസഭാ യോഗങ്ങളിൽ പങ്കെടുക്കുകയും സംസാരിക്കുകയും ചെയ്യാനുള്ള യോഗ്യതയുണ്ട് കേട്ടോ. അഡ്വക്കേറ്റ് ജനറലിന് നിയമസഭാ യോഗങ്ങളിൽ പങ്കെടുക്കാനും സംസാരിക്കാനും കഴിയും. എന്നാലും അഡ്വക്കേറ്റ് ജനറലിന് നിയമസഭയിൽ വോട്ടെടുപ്പിൽ വോട്ട് ചെയ്യാൻ കഴിയില്ല. 24ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് മൗലിക അവകാശത്തിന് വേണ്ടിയാണ് നിയമവാഴ്ച എന്ന ആശയം ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നും ഭരണഘടനാ നിർമ്മാണ സമിതി സ്വീകരിച്ചിരിക്കുന്നത്? ഓപ്ഷൻ എ അനുച്ഛേദം 14 നിയമത്തിനു മുമ്പിലെ തുല്യതയ്ക്ക് വേണ്ടി. ഓപ്ഷൻ ബി അനുച്ഛേദം 15 ജാതിയുടെയും മതത്തിന്റെയും വർഗത്തിന്റെയും ലിംഗത്തിന്റെയും ജന്മസ്ഥലത്തിന്റെയും അടിസ്ഥാനത്തിലുള്ള വിവേചനത്തിനെതിരെ. ഓപ്ഷൻ സി അനുച്ഛേദം 16 അവസര സമത്വ നിഷേധത്തിനെതിരെ. ഓപ്ഷൻ ഡി അനുച്ഛേദം 17 ഐത്താചരണത്തിനെതിരെ. ഇവിടെ ആൻസർ ആയിട്ട് വരുന്ന ഓപ്ഷൻ എ അനുച്ഛേദം 14 നിയമത്തിന് മുമ്പിലെ തുല്യതയ്ക്ക് വേണ്ടിയാണ് കേട്ടോ. എന്താണ് നിയമവാഴ്ച എന്ന ആശയം ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നും ഭരണഘടനാ നിർമ്മാണ സമിതി സ്വീകരിച്ചിരിക്കുന്നത് അനുച്ഛേദം 14 നിയമത്തിന് മുന്നിലെ തുല്യതയ്ക്ക് വേണ്ടിയാണ് കേട്ടോ. ഇനി അനുച്ഛേദം 15 പറയുന്നത് എന്താണ്? ജാതിയുടെയും മതത്തിന്റെയും വർഗത്തിന്റെയും ലിംഗത്തിന്റെയും ജന്മസ്ഥലത്തിന്റെയും അടിസ്ഥാനത്തിലുള്ള വിവേചനമാണ് കേട്ടോ. എന്താണ്? ജാതിയുടെയും മതത്തിന്റെയും വർഗത്തിന്റെയും ലിംഗത്തിന്റെയും ജന്മസ്ഥലത്തിന്റെയും അടിസ്ഥാനത്തിലുള്ള വിവേചനത്തിനെതിരെയുള്ള അവകാശം ഏതാണ്? അത് അനുച്ഛേദം 15 ആണ്. ഇനി അവസര സമത്വം ഏത് അനുച്ഛേദത്തിലാണ് പറയുന്നത് അവസര സമത്വം? അത് അനുച്ഛേദം 16 ആണ് കേട്ടോ. ഇനി ഐത്താചരണം ഏത് വകുപ്പാണ്? അത് അനുച്ഛേദം 17 ആണ്. അനുച്ഛേദം 17. ഇനി 25ാമത്തെ ക്വസ്റ്റ്യൻ, ഒരു ഗ്രേസിംഗ് ഭക്ഷ്യശൃംഖലയിൽ രണ്ടാം പോഷണ തലത്തിൽ കാണപ്പെടുന്ന ജീവി ഏത്? ഓപ്ഷൻ എ മാംസാഹാരികൾ. ഓപ്ഷൻ ബി ഉൽപാദകർ. ഓപ്ഷൻ സി ദ്വിതീയ ഉപഭോക്താക്കൾ. ഓപ്ഷൻ ഡി പ്രാഥമിക ഉപഭോക്താക്കൾ. അത് ഓപ്ഷൻ ഡി പ്രാഥമിക ഉപഭോക്താക്കളാണ്. ഒരു ഗ്രേസിംഗ് ഭക്ഷ്യശൃംഖലയിൽ രണ്ടാം പോഷണ തലത്തിൽ കാണപ്പെടുന്ന ജീവി ഏതാണ്? അത് പ്രാഥമിക ഉപഭോക്താക്കളാണ്. ഇനി ഒരു ഭക്ഷ്യശൃംഖലയിലെ ഘടന എങ്ങനെയായിരിക്കും? ആദ്യം വരുന്നത് ഉൽപാദകർ, പിന്നീട് പ്രാഥമിക ഉപഭോക്താക്കൾ, പിന്നീട് വരുന്നത് ദ്വിതീയ ഉപഭോക്താക്കൾ, പിന്നീട് വരുന്നത് മാംസാഹാരികളാണ് കേട്ടോ. ഒരു ഭക്ഷ്യശൃംഖലയിലെ ഘടന എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ആദ്യം ഉൽപാദകർ, അടുത്തതായിട്ട് പ്രാഥമിക ഉപഭോക്താക്കൾ, അടുത്തതായിട്ട് ദ്വിതീയ ഉപഭോക്താക്കൾ, എന്നിട്ട് മാംസാഹാരികൾ ലാസ്റ്റ് വരും. ഇനി ഒരു ഭക്ഷ്യശൃംഖലയിലെ ആദ്യ കണ്ണി എപ്പോഴും ആരായിരിക്കും? ഒരു ഭക്ഷ്യശൃംഖലയിലെ ആദ്യ കണ്ണി എപ്പോഴും ഹരിത സസ്യമായിരിക്കും കേട്ടോ. ഹരിത സസ്യമായിരിക്കും. അവസാന കണ്ണിയായിട്ട് വരുന്നത് മാംസഭോജികളും ആയിരിക്കും. അവസാന കണ്ണിയായി വരുന്നത് മാംസഭോജികളും ആയിരിക്കും കേട്ടോ. ഇനി 26ാമത്തെ ക്വസ്റ്റ്യൻ, ജീവി ബന്ധങ്ങളിൽ ഒന്നിന് ഗുണകരവും മറ്റേതിന് ഗുണമോ ദോഷമോ ഇല്ലാത്ത ബന്ധമാണ്. ഓപ്ഷൻ എ മത്സരം. ഓപ്ഷൻ ബി കമൻസലിസം. ഓപ്ഷൻ സി പരാദജീവനം. ഓപ്ഷൻ ഡി മ്യൂച്വലിസം. ആൻസർ ഓപ്ഷൻ ബി കമൻസലിസം ആണ് കേട്ടോ. ജീവി ബന്ധങ്ങളിൽ ഒന്നിന് ഗുണകരവും മറ്റേതിന് ഗുണമോ ദോഷമോ ഇല്ലാത്തതുമായ ബന്ധമാണ് കമൻസലിസം എന്നറിയപ്പെടുന്നത്. ഇനി ജീവി ബന്ധങ്ങളിൽ രണ്ട് ജീവികൾക്കും ഗുണകരമായ ബന്ധം ഏതാണ്? ജീവി ബന്ധങ്ങളിലെ രണ്ട് ജീവികൾക്കും ഗുണകരമായ ബന്ധം അത് മ്യൂച്വലിസം എന്നറിയപ്പെടുന്നു കേട്ടോ. മ്യൂച്വലിസം. ഇനി ജീവി ബന്ധങ്ങളിൽ തുടക്കത്തിൽ രണ്ട് ജീവികൾക്കും ദോഷകരവും പിന്നീട് വിജയിക്കുന്ന ജീവിക്ക് ഗുണകരവുമായ ബന്ധം ഏതാണ്? അത് മത്സരമാണ് കേട്ടോ. ജീവി ബന്ധങ്ങളിൽ തുടക്കത്തിൽ രണ്ട് ജീവികൾക്കും ദോഷകരവും പിന്നീട് വിജയിക്കുന്ന ജീവിക്ക് ഗുണകരവുമായ ബന്ധമാണ് മത്സരം എന്നറിയപ്പെടുന്നത് കേട്ടോ. ഇനി 27ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഏതാണ് ഇൻസിറ്റു കൺസർവേഷനിൽ ഉൾപ്പെടാത്തത്? ഓപ്ഷൻ എ കമ്മ്യൂണിറ്റി റിസർവുകൾ. ഓപ്ഷൻ ബി വന്യജീവി സങ്കേതങ്ങൾ. ഓപ്ഷൻ സി ജീൻ ബാങ്കുകൾ. ഓപ്ഷൻ ഡി നാഷണൽ പാർക്കുകൾ. അത് ഓപ്ഷൻ സി ജീൻ ബാങ്കുകളാണ് കേട്ടോ. ഇൻസിറ്റു കൺസർവേഷനിൽ ഉൾപ്പെടാത്തത് ജീൻ ബാങ്കുകളാണ്. ഇനി എന്താണ് ഇൻസിറ്റു കൺസർവേഷൻ എന്നറിയപ്പെടുന്നത്? വന്യമൃഗങ്ങളെയും സസ്യങ്ങളെയും അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയിൽ സംരക്ഷിക്കുന്ന പ്രക്രിയയാണ് ഇൻസിറ്റു കൺസർവേഷൻ എന്നറിയപ്പെടുന്നത് കേട്ടോ. എന്താണ്? വന്യമൃഗങ്ങളെയും സസ്യങ്ങളെയും അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയിൽ സംരക്ഷിക്കുന്ന പ്രക്രിയയെ ഇൻസിറ്റു കൺസർവേഷൻ എന്നറിയപ്പെടുന്നു. ഏതൊക്കെയാണ് ഉദാഹരണങ്ങള്? കമ്മ്യൂണിറ്റി റിസർവുകൾ, വന്യജീവി സങ്കേതങ്ങൾ, നാഷണൽ പാർക്കുകൾ. ഇവയൊക്കെ എന്താണ്? ഇൻസിറ്റു കൺസർവേഷന് ഉദാഹരണമാണ്. ഇനി എക്സിറ്റു കൺസർവേഷൻ എന്താണ്? വന്യമൃഗങ്ങളെയും സസ്യങ്ങളെയും അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയിൽ പുറത്ത് സംരക്ഷിക്കുന്ന പ്രക്രിയയാണ് എക്സിറ്റു
കൺസർവേഷൻ എന്നറിയപ്പെടുന്നത്? ഉദാഹരണം ചോദിച്ചാല് ജീൻ ബാങ്കുകൾ, സുവോളജിക്കൽ പാർക്കുകൾ, ബൊട്ടാണിക്കൽ ഗാർഡനുകൾ. ഇതൊക്കെയാണ് ജീൻ ബാങ്കുകൾ, സുവോളജിക്കൽ പാർക്കുകൾ, ബൊട്ടാണിക്കൽ ഗാർഡനുകൾ. ഇതൊക്കെ എന്താണ്? എക്സിറ്റ് കൺസർവേഷന് ഉദാഹരണങ്ങളാണ് കേട്ടോ. 28ാമത്തെ ക്വസ്റ്റ്യൻ, ഹീമോഡയാലിസിസിൽ രക്തം കട്ട പിടിക്കാതിരിക്കാൻ ഉപയോഗിക്കുന്ന രാസപദാർത്ഥത്തിന്റെ പേരെന്ത്? ഓപ്ഷൻ എ ഹെപ്പാരിൻ, ഓപ്ഷൻ ബി ആൽബുമിൻ, ഓപ്ഷൻ സി ഫൈബ്രനോജൻ, ഓപ്ഷൻ ഡി ഹിരുഡിൻ. അത് ഓപ്ഷൻ എ ഹെപ്പാരിൻ ആണ്. ഹീമോഡയാലിസിൽ രക്തം കട്ട പിടിക്കാതിരിക്കാൻ ഉപയോഗിക്കുന്ന രാസപദാർത്ഥത്തിന്റെ പേരെന്താണെന്ന് ചോദിച്ചാല് അത് ഹെപ്പാരിൻ ആണ്. മനുഷ്യ രക്തത്തിലെ ആന്റി കൊയാഗുലന്റ് എന്നറിയപ്പെടുന്ന എന്താണ്? മനുഷ്യ ശരീരത്തിലെ ആന്റി കൊയാഗുലന്റ് എന്നറിയപ്പെടുന്നത് ഹെപ്പാരിൻ ആണ് കേട്ടോ. മനുഷ്യ രക്തത്തിലെ ആന്റി കൊയാഗുലന്റ് എന്നറിയപ്പെടുന്നത് ഏതാണ്? അത് ഹെപ്പാരിൻ ആണ്. ഇനി കുളയട്ടയിലെ രക്തം കട്ട പിടിക്കുന്നത് തടയുന്ന രാസവസ്തു ഏതാണ്? കുളയട്ടയിലെ രക്തം കട്ട പിടിക്കുന്നത് തടയുന്ന രാസവസ്തു ചോദിച്ചാൽ അതാണ് ഹിരുഡിൻ എന്നറിയപ്പെടുന്നത് കേട്ടോ. ഹിരുഡിൻ. ഇനി രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഏതാണ്? രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഏതാണ്? അത് ഫൈബ്രനോജൻ ആണ് കേട്ടോ. ഫൈബ്രനോജൻ. ഇനി 29ാമത്തെ ക്വസ്റ്റ്യൻ, 26ാമത് PV മെമ്മോറിയൽ എൻഡോമെന്റ് അവാർഡ് നേടിയ പരിസ്ഥിതി പ്രവർത്തകൻ ആര്? ഓപ്ഷൻ എ CR നീലകണ്ഠൻ, ഓപ്ഷൻ ബി കല്ലേൻ പൊക്കുടൻ, ഓപ്ഷൻ സി ശ്രീമൻ നാരായണൻ, ഓപ്ഷൻ ഡി മൈലമ്മ. അത് ഓപ്ഷൻ സി ശ്രീമൻ നാരായണൻ ആണ് കേട്ടോ. 26ാമത് PV മെമ്മോറിയൽ എൻഡോമെന്റ് അവാർഡ് നേടിയ പരിസ്ഥിതി പ്രവർത്തകനാണ് ശ്രീമൻ നാരായണൻ എന്നറിയപ്പെടുന്നത്. ഇനി 30ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ വ്യത്യസ്തമായ തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലം ഏത്? ഓപ്ഷൻ എ അഡ്ഹീഷൻ ബലം, ഓപ്ഷൻ ബി കൊഹിഷൻ ബലം, ഓപ്ഷൻ സി ഗുരുത്വാകർഷണ ബലം, ഓപ്ഷൻ ഡി ന്യൂക്ലിയർ ബലം. ഇവിടെ ആൻസർ ആയിട്ട് വരുന്ന ഓപ്ഷൻ എ അഡ്ഹീഷൻ ബലമാണ് കേട്ടോ. വ്യത്യസ്ത തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലമാണ് അഡ്ഹീഷൻ എന്നറിയപ്പെടുന്നത്. ഇനി ഒരേ ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലം ഏതാണ്? ഒരേ ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലമാണ് കൊഹിഷൻ ബലം എന്നറിയപ്പെടുന്നത്. ഇനി 31ാമത്തെ ക്വസ്റ്റ്യൻ, ഭൂമിയുടെ ഉപരിതലത്തിൽ പലായന പ്രവേഗം എത്ര? ഓപ്ഷൻ എ 1.12 കിലോമീറ്റർ പെർ സെക്കൻഡ്, ഓപ്ഷൻ ബി 11.2 കിലോമീറ്റർ പെർ സെക്കൻഡ്, ഓപ്ഷൻ സി 112 കിലോമീറ്റർ പെർ സെക്കൻഡ്, ഓപ്ഷൻ ഡി 11.2 മീറ്റർ പെർ സെക്കൻഡ്. അത് ഓപ്ഷൻ ബി 11.2 കിലോമീറ്റർ പെർ സെക്കൻഡ് ആണ് കേട്ടോ. ഭൂമിയുടെ ഉപരിതലത്തിൽ പലായന പ്രവേഗം എത്രയാണ്? അത് 11.2 കിലോമീറ്റർ പെർ സെക്കൻഡ് ആണ്. 32ാമത്തെ ക്വസ്റ്റ്യൻ, മൂന്നാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണം ഏത്? ഓപ്ഷൻ എ നാരങ്ങ ഞെക്കി, ഓപ്ഷൻ ബി കത്രിക, ഓപ്ഷൻ സി ബോട്ടിൽ ഓപ്പണർ, ഓപ്ഷൻ ഡി ചവണ. അത് ഓപ്ഷൻ ഡി ചവണയാണ് കേട്ടോ. മൂന്നാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണമാണ് ചവണ. ഇനി ഒന്നാം വർഗ ഉത്തോലകത്തിന്റെ ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ്? കപ്പി, കത്രിക, ത്രാസ്, നെയിൽ പുള്ളർ. ഇതൊക്കെ എന്താണ്? ഒന്നാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണമാണ് കേട്ടോ. ഏതൊക്കെയാണ്? കത്രിക, കപ്പി, ത്രാസ്, നെയിൽ പുള്ളർ ഒക്കെയാണ് ഒന്നാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണം. ഇനി രണ്ടാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ്? പാക്ക് വെട്ടി, വീൽ ബാരോ, നാരങ്ങ ഞെക്കി, ബോട്ടിൽ ഓപ്പണർ. ഏതൊക്കെയാണ്? പാക്ക് വെട്ടി, വീൽ ബാരോ, നാരങ്ങ ഞെക്കി, ബോട്ടിൽ ഓപ്പണർ. ഇതൊക്കെ എന്താണ്? രണ്ടാം വർഗ ഉത്തോലകമാണ്. ഇനി മൂന്നാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണം ഏതൊക്കെയാണ്? ചൂണ്ട, ചവണ, ഐസ്റ്റോങ്സ്. ഇതൊക്കെ എന്താണ്? മൂന്നാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണമാണ് കേട്ടോ. ഏതൊക്കെയാണ്? ചൂണ്ട, ചവണ, ഐസ്റ്റോങ്സ്. ഇതൊക്കെ എന്താണ്? മൂന്നാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണമാണ്. 33ാമത്തെ ക്വസ്റ്റ്യൻ, ചന്ദ്രനിൽ പേടകം വിജയകരമായി ഇറക്കിയ 4ാമത്തെ രാജ്യം ഏത്? ഓപ്ഷൻ എ ചൈന, ഓപ്ഷൻ ബി ഇന്ത്യ, ഓപ്ഷൻ സി റഷ്യ, ഓപ്ഷൻ ഡി USA. അത് ഓപ്ഷൻ ബി ഇന്ത്യ ആണ് കേട്ടോ. ഏതാണ്? ചന്ദ്രനിൽ പേടകം വിജയകരമായി ഇറക്കിയ 4ാമത്തെ രാജ്യമാണ് ഇന്ത്യ. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ ആദ്യ രാജ്യം ഏതാണ്? ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ ആദ്യ രാജ്യം ചോദിച്ചാല് അത് ഇന്ത്യയാണ് കേട്ടോ. ഇന്ത്യ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, 34ാമത്തെ ക്വസ്റ്റ്യൻ, ഒരു ആംഫോറ്ററിക് ഓക്സൈഡിന് ഉദാഹരണം ഏത്? അത് ഓപ്ഷൻ സി സിങ്ക് ഓക്സൈഡ് ആണ് കേട്ടോ. ഏതാണ്? ഓപ്ഷൻ സി സിങ്ക് ഓക്സൈഡ് ആണ് ഒരു ആംഫോറ്ററിക് ഓക്സൈഡിന് ഉദാഹരണം. ഇനി ആംഫോറ്ററിക് ഓക്സൈഡുകൾ എന്ന് പറയുന്നത് എന്താണ്? ആസിഡുകളുമായും ബേസുകളുമായും പ്രതിപ്രവർത്തിച്ച് ലവണങ്ങളും ജലവും ഉണ്ടാക്കുന്ന സംയുക്തങ്ങളെ അറിയപ്പെടുന്ന പേരാണ് ആംഫോറ്ററിക് ഓക്സൈഡുകൾ എന്നറിയപ്പെടുന്നത്. എന്താണ്? ആസിഡുകളുമായും ബേസുകളുമായും പ്രതിപ്രവർത്തിച്ച് ജലവും ലവണവും ഉണ്ടാകുന്ന സംയുക്തങ്ങൾ അറിയപ്പെടുന്ന പേരാണ് ആംഫോറ്ററിക് ഓക്സൈഡുകൾ എന്നറിയപ്പെടുന്നത് കേട്ടോ. 35ാമത്തെ ക്വസ്റ്റ്യൻ, കപട സംക്രമണ മൂലകം ഇവയിൽ ഏതാണ്? അത് ഓപ്ഷൻ ഡി HG അഥവാ മെർക്കുറി. ഇനി കപട സംക്രമണ മൂലകങ്ങൾ
ഏതൊക്കെയാണ് അത്? സിങ്ക്, കാഡ്മിയം, മെർക്കുറി ആയിട്ട്. കപട സംക്രമണ മൂലകങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ അത് സിങ്ക്, കാഡ്മിയം, മെർക്കുറി ആണ്. ഇനി കപട സംക്രമണ മൂലകങ്ങൾ ഉൾപ്പെടുന്ന ഗ്രൂപ്പ് ഏതാണെന്ന് വെച്ചാൽ അത് ഗ്രൂപ്പ് 12 ആണ് കേട്ടോ. കപട സംക്രമണ മൂലകങ്ങൾ ഉൾപ്പെട്ട ഗ്രൂപ്പാണ് ഗ്രൂപ്പ് 12. ഇനി 36ാമത്തെ ക്വസ്റ്റ്യൻ ഈ ഗ്രാഫ് ഏത് വാതക നിയമത്തെയാണ് സൂചിപ്പിക്കുന്നത്? അത് ഓപ്ഷൻ എ ബോയിൽ നിയമമാണ് കേട്ടോ. ഓപ്ഷൻ എ ബോയിൽ നിയമത്തെ കുറിച്ചാണ് ഈ ഗ്രാഫ് പ്രതിപാദിക്കുന്നത്. ഇനി 37ാമത്തെ ക്വസ്റ്റ്യൻ ശക്തിയേറിയതും ഭാരമില്ലാത്തതുമായ കാന്തങ്ങൾ നിർമ്മിക്കാൻ ഇന്ന് വ്യാപകമായി ഉപയോഗിക്കുന്ന ഒരു ലോഹം. ഓപ്ഷൻ എ കാഡ്മിയം, ഓപ്ഷൻ ബി നിയോഡിമിയം, ഓപ്ഷൻ സി ഡിസ്പ്രോസിയം, ഓപ്ഷൻ ഡി തോറിയം. അത് ഓപ്ഷൻ ബി നിയോഡിമിയം ആണ് കേട്ടോ. ശക്തിയേറിയതും ഭാരമില്ലാത്തതുമായ കാന്തങ്ങൾ നിർമ്മിക്കാൻ ഇന്ന് വ്യാപകമായി ഉപയോഗിക്കുന്ന ഒരു ലോഹമാണ് നിയോഡിമിയം. ഇനി 38ാമത്തെ ക്വസ്റ്റ്യൻ അയ്യങ്കാളിയെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന ഏത്? ഓപ്ഷൻ എ സാധുജന പരിപാലന സംഘം രൂപീകരിച്ചു. ഓപ്ഷൻ ബി തിരുവിതാംകൂർ ശ്രീമൂലം പ്രജാസഭ അംഗമായിരുന്നു. ഓപ്ഷൻ സി വില്ലുവണ്ടി സമരത്തിന് നേതൃത്വം നൽകി. ഓപ്ഷൻ ഡി തിരുവനന്തപുരം കണ്ണൻമൂലയിൽ ജനിച്ചു. ആൻസർ ആയിട്ട് വരുന്ന ഓപ്ഷൻ ഡി തിരുവനന്തപുരം കണ്ണൻമൂലയിൽ ജനിച്ചു എന്നതാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന. ഇനി സാധുജന പരിപാലന സംഘം രൂപീകരിച്ചത് അയ്യങ്കാളിയാണ്. തിരുവിതാംകൂർ ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായിരുന്നു. ഇനി വില്ലുവണ്ടി സമരത്തിന് നേതൃത്വം നൽകിയ നവോത്ഥാന നായകനാണ്. ഇനി അയ്യങ്കാളിയുടെ ജന്മസ്ഥലം എവിടെയാണെന്ന് വെച്ചാൽ അത് വെങ്ങാനൂർ തിരുവനന്തപുരം ആണ് കേട്ടോ. എവിടെയാണ്? വെങ്ങാനൂർ തിരുവനന്തപുരമാണ്. ഇനി വില്ലുവണ്ടി സമരം എന്നായിരുന്നു? വില്ലുവണ്ടി സമരം അത് 1893 കേട്ടോ. 1893 വില്ലുവണ്ടി സമരം. തിരുവനന്തപുരം കണ്ണൻമൂലയിൽ ജനിച്ച നവോത്ഥാന നായകനാണ് ചട്ടമ്പി സ്വാമികൾ കേട്ടോ. ചട്ടമ്പി സ്വാമികൾ. ഇനി 39ാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ പ്രസിഡന്റായ ആദ്യ വനിത ആര്? ഓപ്ഷൻ എ അഞ്ജു ബോബി ജോർജ്, ഓപ്ഷൻ ബി PT ഉഷ, ഓപ്ഷൻ സി മേരി കോം, ഓപ്ഷൻ ഡി അശ്വനി പൊന്നപ്പ. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി PT ഉഷയാണ്. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ പ്രസിഡന്റായ ആദ്യ വനിതയാണ് PT ഉഷ. 40ാമത്തെ ക്വസ്റ്റ്യൻ കഥാപാത്രവും നോവലും തെറ്റായ ജോഡി ഏത്? കഥാപാത്രവും നോവലും തെറ്റായ ജോഡി ഏത്? ഓപ്ഷൻ എ പറയുന്നത് സേതു കാലം, ഓപ്ഷൻ ബി പറയുന്നത് രവി ഖസാക്കിന്റെ ഇതിഹാസം, ഓപ്ഷൻ സി പറയുന്നത് സുഗറ ഇന്റുപ്പുപ്പയ്ക്കൊരു ആനയുണ്ടാർന്ന്, ഓപ്ഷൻ ഡി പപ്പു ഓടയിൽ നിന്ന്. അപ്പൊ ഇവിടെ ആൻസർ ആയിട്ട് വരുന്ന ഓപ്ഷൻ സി സുഹറ ഇന്റുപ്പുപ്പയ്ക്കൊരു ആനയുണ്ടാർന്ന്. അതാണ് തെറ്റായിട്ടുള്ള ജോഡി കേട്ടോ. അപ്പം സേതു എന്ന് പറയുന്നത് കാലത്തിലെ കഥാപാത്രമാണ് കേട്ടോ. ഇനി ഖസാക്കിന്റെ ഇതിഹാസത്തിലെ കഥാപാത്രമാണ് രവി എന്ന് പറയുന്നത്. ഇനി ഓടയിൽ നിന്ന് എന്ന നോവലിലെ കഥാപാത്രം ഏതാണ്? അത് പപ്പു ആണ് കേട്ടോ. പപ്പു. ഇനി സുഹറ ഏതിലെ കഥാപാത്രമാണ്? സുഹറ അത് ബാല്യകാല സഖിയിലെ കഥാപാത്രമാണ് കേട്ടോ. സുഹറ എന്ന് പറയുന്നത് ബാല്യകാല സഖി എന്ന നോവലിലെ കഥാപാത്രമാണ് കേട്ടോ. ഇനി കുഞ്ഞിപ്പാത്തുമ്മ അതാണ് ഇന്റുപ്പയ്ക്കൊരു ആനയുണ്ടാർന്നു കേട്ടോ. എന്താണ്? കുഞ്ഞിപ്പാത്തുമ്മ ഇന്റുപ്പയ്ക്കൊരു ആനയുണ്ടാർന്നു അതിലെ കഥാപാത്രമാണ് കേട്ടോ. ഇനി 41ാമത്തെ ക്വസ്റ്റ്യൻ പിയാത്ത ആരുടെ കലാസൃഷ്ടിയാണ്? ഓപ്ഷൻ എ മൈക്കൽ ആഞ്ചലോ, ഓപ്ഷൻ ബി ലിയനാർഡോ ഡാവിഞ്ചി, ഓപ്ഷൻ സി ഫെഡറിക് അഗസ്റ്റെ ബർത്തോൾഡി, ഓപ്ഷൻ ഡി എഡ്വിൻ ലൂട്ടിൻസ്. അത് ഓപ്ഷൻ എ മൈക്കൽ ആഞ്ചലോ ആണ് കേട്ടോ. പിയാത്ത ആരുടെ കലാസൃഷ്ടിയാണെന്ന് വെച്ചാൽ അത് മൈക്കൽ ആഞ്ചലോ ആണ് കേട്ടോ. മൈക്കൽ ആഞ്ചലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 42ാമത്തെ ക്വസ്റ്റ്യൻ റാം കെയർ ഓഫ് ആനന്ദി എന്ന നോവലിന്റെ രചയിതാവ് ആര്? അത് ഓപ്ഷൻ സി അഖിൽ പി ധർമ്മജനാണ് കേട്ടോ. റാം കെയർ ഓഫ് ആനന്ദി എന്ന നോവലിന്റെ രചയിതാവാണ് അഖിൽ പി ധർമ്മജൻ. ഇനി 43ാമത്തെ ക്വസ്റ്റ്യൻ സിസ്റ്റം സോഫ്റ്റ്വെയറിന് ഉദാഹരണം ഏതാണ്? ഓപ്ഷൻ എ വിൻഡോസ്, ഓപ്ഷൻ ബി മൈ SQL, ഓപ്ഷൻ സി VLC പ്ലെയർ, ഓപ്ഷൻ ഡി MS വേർഡ്. അത് ഓപ്ഷൻ എ വിൻഡോസ് ആണ് കേട്ടോ. സിസ്റ്റം സോഫ്റ്റ്വെയറിന് ഉദാഹരണം ഏതാണ്? അത് വിൻഡോസ് ആണ്. വിൻഡോസ്. ഇനി 44ാമത്തെ ക്വസ്റ്റ്യൻ ഈ ഗവേണൻസിനെ പറ്റി താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയേത്? ഒന്നാമത്തെ പ്രസ്താവന ഗവൺമെന്റിന്റെ പ്രവർത്തനത്തിൽ സുതാര്യത ഉണ്ടാക്കുന്നു. രണ്ടാമത്തെ പ്രസ്താവന ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്നു. മൂന്നാമത്തെ പ്രസ്താവന ഗവൺമെന്റ് ഓഫീസുകളിലേക്കുള്ള പൊതുജനങ്ങളുടെ സന്ദർശനം വർദ്ധിപ്പിക്കുന്നു. ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. 1ഉം 2ഉം മാത്രമാണ് ശരിയായിട്ടുള്ള പ്രസ്താവന. എന്തൊക്കെയാണ്? ഗവൺമെന്റിന്റെ പ്രവർത്തനത്തിൽ സുതാര്യത ഉണ്ടാക്കുന്നു. രണ്ടാമത്തെ പ്രസ്താവന പറയുന്നത് ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്നു കേട്ടോ. എന്താണ്? ഗവൺമെന്റിന്റെ പ്രവർത്തനത്തിൽ സുതാര്യത ഉണ്ടാക്കുകയും ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുകയുമാണ് ഈ ഗവേണൻസിന്റെ ധർമ്മം എന്ന് പറയുന്നത്. ഇനി 45ാമത്തെ ക്വസ്റ്റ്യൻ രണ്ട് വ്യത്യസ്തങ്ങളായ നെറ്റ്വർക്കുകളെ ബന്ധിപ്പിക്കുന്നതിനുള്ള ഉപകരണം ഏത്? ഓപ്ഷൻ എ സ്വിച്ച്, ഓപ്ഷൻ ബി ഗേറ്റ് വേ, ഓപ്ഷൻ സി ബ്രിഡ്ജ്, ഓപ്ഷൻ ഡി ഹബ്ബ്.
അത് ഓപ്ഷൻ ബി ഗേറ്റ് വേ ആണ് കേട്ടോ. രണ്ട് വ്യത്യസ്തങ്ങളായ നെറ്റ്വർക്കുകളെ ബന്ധിപ്പിക്കുന്ന ഉപകരണമാണ് ഗേറ്റ് വേ എന്നറിയപ്പെടുന്നത്. ഇനി നിരവധി കമ്പ്യൂട്ടറുകളെ പരസ്പരം ബന്ധിപ്പിച്ച് ഒരു ശൃംഖല രൂപീകരിക്കുവാൻ ശേഷിയുള്ള നിർമ്മിത ബുദ്ധിയോടുകൂടിയ ഉപകരണം ഏതാണ്? നിരവധി കമ്പ്യൂട്ടറുകളെ പരസ്പരം ബന്ധിപ്പിച്ച് ഒരു ശൃംഖല രൂപീകരിക്കുവാൻ ശേഷിയുള്ള നിർമ്മിത ബുദ്ധിയോടുകൂടിയ ഉപകരണമാണ് സ്വിച്ച് എന്നറിയപ്പെടുന്നത് കേട്ടോ. ഇനി ഒരു കമ്പ്യൂട്ടർ ശൃംഖലയെ പല വിഭാഗങ്ങളാക്കി വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ഒരു കമ്പ്യൂട്ടർ ശൃംഖലയെ പല വിഭാഗങ്ങളാക്കി വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണെന്ന് വെച്ചാൽ അത് ബ്രിഡ്ജ് ആണ് കേട്ടോ, ബ്രിഡ്ജ്. ഇനി ഒരു ശൃംഖലയിൽ നിന്ന് മറ്റൊരു ശൃംഖലയിലേക്കുള്ള പ്രവേശന കവാടമായി പ്രവർത്തിക്കുന്നത് ഏതാണ്? ഒരു ശൃംഖലയിൽ നിന്ന് മറ്റൊരു ശൃംഖലയിലേക്കുള്ള പ്രവേശന കവാടമായി പ്രവർത്തിക്കുന്നത് അത് ഗേറ്റ് വേ ആണ് കേട്ടോ, ഗേറ്റ് വേ. ഇനി ഒരു വയേർഡ് ശൃംഖലയിൽ ഉൾപ്പെട്ടിരിക്കുന്ന കമ്പ്യൂട്ടറുകളെയും ഉപകരണത്തെയും പരസ്പരം ബന്ധിപ്പിക്കുവാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണെന്ന് വെച്ചാൽ അതാണ് ഹബ്ബ് കേട്ടോ. ഒരു വയേർഡ് ശൃംഖലയിൽ ഉൾപ്പെട്ടിരിക്കുന്ന കമ്പ്യൂട്ടറുകളെയും ഉപകരണങ്ങളെയും പരസ്പരം ബന്ധിപ്പിക്കുവാൻ ഉപയോഗിക്കുന്ന ഉപകരണത്തെ അറിയപ്പെടുന്ന പേരാണ് ഹബ്ബ് എന്നറിയപ്പെടുന്നത്. ഇനി 46ാമത്തെ ക്വസ്റ്റ്യൻ, വിവരാവകാശ നിയമം 2005 പ്രകാരം താഴെ പറയുന്നവയിൽ ഏതെല്ലാം വിവരങ്ങളാണ് വെളിപ്പെടുത്തലിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നത്? ഓപ്ഷൻ എ സർക്കുലറുകൾ, ഓപ്ഷൻ ബി കോൺട്രാക്റ്റുകൾ, ഓപ്ഷൻ സി അന്വേഷണ പ്രക്രിയയെ തടസ്സപ്പെടുത്തുന്ന വിവരങ്ങൾ, ഓപ്ഷൻ ഡി ലോഗ് ബുക്കുകൾ. അത് ഓപ്ഷൻ സി അന്വേഷണ പ്രക്രിയയെ തടസ്സപ്പെടുത്തുന്ന വിവരങ്ങളാണ് കേട്ടോ. വിവരാവകാശ നിയമം 2005 പ്രകാരം താഴെ പറയുന്നവയിൽ ഏതെല്ലാം വിവരങ്ങളാണ് വെളിപ്പെടുത്തലിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ അത് അന്വേഷണ പ്രക്രിയയെ തടസ്സപ്പെടുത്തുന്ന വിവരങ്ങളാണ്. ഇനി 47ാമത്തെ ക്വസ്റ്റ്യൻ, രാഹുൽ ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയി താൻ വാങ്ങുവാൻ ഉദ്ദേശിക്കുന്ന സാധനത്തിന്റെ പാക്കറ്റിൽ നൽകിയിരിക്കുന്ന എല്ലാ വിവരങ്ങളും ശ്രദ്ധാപൂർവം വായിക്കുന്നു. ഒരു ഉപഭോക്താവ് എന്ന നിലയിൽ രാഹുൽ ഏത് അവകാശമാണ് ഉപയോഗിക്കുന്നത്? ഓപ്ഷൻ എ തിരഞ്ഞെടുക്കുവാനുള്ള അവകാശം, ഓപ്ഷൻ ബി വിവരാവകാശം, ഓപ്ഷൻ സി സുരക്ഷിതത്വത്തിനുള്ള അവകാശം, ഓപ്ഷൻ ഡി പ്രാതിനിധ്യത്തിനുള്ള അവകാശം. അത് ഓപ്ഷൻ ബി വിവരാവകാശമാണ് കേട്ടോ, വിവരാവകാശം. ഇനി 48ാമത്തെ ക്വസ്റ്റ്യൻ, ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്നുള്ള കുട്ടികളുടെ സംരക്ഷണ നിയമം 2012 പ്രകാരം താഴെ പറയുന്നവയിൽ ആർക്കെതിരെയാണ് പ്രേരണ കുറ്റത്തിന് കേസെടുക്കാൻ കഴിയുന്നത്? ഓപ്ഷൻ എ കുട്ടികൾക്കെതിരെ നേരിട്ട് ലൈംഗിക അതിക്രമം നടത്തുന്ന വ്യക്തികൾ മാത്രം, ഓപ്ഷൻ ബി ഏതെങ്കിലും വ്യക്തിയെ പ്രേരിപ്പിക്കുന്ന, ഏതെങ്കിലും ഗൂഢാലോചനയിൽ ഏർപ്പെടുന്ന അല്ലെങ്കിൽ ഒരു കുട്ടിക്കെതിരെ ലൈംഗിക കുറ്റകൃത്യം ചെയ്യാൻ മനഃപൂർവ്വം സഹായിക്കുന്നയാൾ, ഓപ്ഷൻ സി ഇരയായ കുട്ടിയുടെ മാതാപിതാക്കളോ രക്ഷിതാക്കളോ മാത്രം, ഓപ്ഷൻ ഡി കുട്ടികളുടെ മേൽ നിയന്ത്രണമുള്ള വ്യക്തികൾ. അത് ഓപ്ഷൻ ബി ആണ് കേട്ടോ, ഓപ്ഷൻ ബി ആണ്. എന്താണ്? ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്നുള്ള കുട്ടികളുടെ സംരക്ഷണ നിയമം 2012 പ്രകാരം ആർക്കെതിരെയാണ് പ്രേരണ കുറ്റത്തിന് കേസെടുക്കാൻ കഴിയുന്നത്? അത് ഏതെങ്കിലും വ്യക്തിയെ പ്രേരിപ്പിക്കുന്ന, ഏതെങ്കിലും ഗൂഢാലോചനയിൽ ഏർപ്പെടുന്ന അല്ലെങ്കിൽ ഒരു കുട്ടിക്കെതിരെ ലൈംഗിക കുറ്റകൃത്യം ചെയ്യാൻ മനഃപൂർവ്വം സഹായിക്കുന്ന ആളിനെതിരെയാണ് കേട്ടോ. ഇനി കുറ്റകൃത്യം ചെയ്യാനുള്ള പ്രേരണയെ കുറിച്ച് പ്രതിപാദിക്കുന്ന പോക്സോ നിയമത്തിലെ വകുപ്പ് ചോദിച്ചാൽ അത് സെക്ഷൻ 16 ആണ്. കുറ്റകൃത്യം ചെയ്യാനുള്ള പ്രേരണയെ കുറിച്ച് പ്രതിപാദിക്കുന്ന പോക്സോ നിയമത്തിലെ വകുപ്പ് ചോദിക്കാൻ അത് സെക്ഷൻ 16ഉം. ഇനി പ്രേരണയ്ക്കുള്ള ശിക്ഷയെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് ഏതാണ്? പ്രേരണയ്ക്കുള്ള ശിക്ഷയെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് ചോദിച്ചാൽ അത് സെക്ഷൻ 17 ആണ് കേട്ടോ, സെക്ഷൻ 17. ഇനി 49ാമത്തെ ക്വസ്റ്റ്യൻ, ഗാർഹിക അതിക്രമങ്ങളിൽ നിന്ന് വനിതകളെ സംരക്ഷിക്കുന്നതിനുള്ള നിയമം 2005 പ്രകാരം ഒരു കൂരയ്ക്ക് കീഴെ താമസിക്കുന്ന താഴെ പറയുന്ന വ്യക്തികളിൽ കുടുംബ ബന്ധത്തിന്റെ പരിധിയിൽ വരുന്നത് ആരെല്ലാം? ഓപ്ഷൻ എ ഭാര്യയും ഭർത്താവും, ഓപ്ഷൻ ബി രക്തബന്ധമുള്ള വ്യക്തികൾ, ഓപ്ഷൻ സി വിവാഹ സമാനമായ ബന്ധമുള്ള വ്യക്തികൾ, ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞവയെല്ലാം. അത് ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞവയെല്ലാം ആണ് കേട്ടോ. ഗാർഹിക അതിക്രമങ്ങളിൽ നിന്ന് വനിതകളെ സംരക്ഷിക്കുന്നതിനുള്ള നിയമം 2005 പ്രകാരം ഒരു കൂരയ്ക്ക് കീഴെ താമസിക്കുന്ന താഴെ പറയുന്ന വ്യക്തികളില് കുടുംബ ബന്ധത്തിന്റെ പരിധിയിൽ വരുന്നത് ആരൊക്കെയാണ്? അത് ഭാര്യയും ഭർത്താവും, രക്തബന്ധമുള്ള വ്യക്തികള്, വിവാഹ സമാനമായ ബന്ധമുള്ള വ്യക്തികള്. ഇനി 50ാമത്തെ ക്വസ്റ്റ്യൻ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഇപ്പോഴത്തെ അധ്യക്ഷൻ ആര്? ഓപ്ഷൻ എ ജസ്റ്റിസ് അരുൺ കുമാർ മിശ്ര, ഓപ്ഷൻ ബി കിഷോർ മക്വാന, ഓപ്ഷൻ സി ഇക്ബാൽ സിംഗ് ലാൽപുര, ഓപ്ഷൻ ഡി ഡോക്ടർ അരവിന്ദ് പനഗരിയ. ഇപ്പൊ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ജസ്റ്റിസ് അരുൺ കുമാർ മിശ്രയാണ്. അപ്പം നിലവില് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷൻ ചോദിച്ചാൽ അത് ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യനാണ് കേട്ടോ. നിലവില് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷനാണ് ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യൻ. ഇങ്ങനെ നമ്മൾ ഇന്ന് 50 ക്വസ്റ്റ്യൻ ആണ് നോക്കുന്നത് കേട്ടോ. അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ കേട്ടോ.